പെരുന്നാളിന് ബിരിയാണി നിർബന്ധം. ദുബൈയിൽ പ്രവാസിയായ പേരാമ്പ്ര ചാലിക്കര സ്വദേശി ബഷീർ കണിയാങ്കണ്ടിയുടെ പെരുന്നാൾ സ്പെഷ്യൽ കപ്പ ബിരിയാണിയാണ്. ദുബൈയിൽ താമസിക്കുന്ന വില്ലയിൽ തന്നെ വിളവെടുത്തതാണ് ബിരിയാണിക്ക് വേണ്ടിയുള്ള കപ്പ എന്ന പ്രത്യേകത കൂടിയുണ്ട്. ദുബൈ അല്ലിസൈലി മർമൂമിലെ ഈ വില്ലയിലാണ് കഴിഞ്ഞ 26 വർഷങ്ങളായി ബഷീറിന്റെ താമസവും കൃഷിയും. ഒരു അറബ് പൗരന്റെ PRO ആയി ജോലി നോക്കുകയാണ് ബഷീർ. കപ്പയോട് ചെറുപ്പം മുതൽക്കേ താല്പര്യം. ഏതാണ്ട് 16 വർഷം മുമ്പ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയുടെ തണ്ട് മരുഭൂമിയിൽ ശരിക്കും പച്ചപിടിച്ചു. അതോടെ ആവേശം കയറി. ഇത് ഒരു 15-20 വർഷം മുന്നേ ഒരു കൊള്ളി നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ 2-3 പീസായിട്ട് നമ്മൾ ഇവിടെ കുത്തി കൊടുത്തു. അപ്പം അതിൻ്റെ ഒരു വർഷത്തിന് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നല്ല വിളയെടുപ്പ് കിട്ടി. വിളയെടുപ്പിനെക്കാട്ടും കൂടുതലായിട്ട് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കമ്പുകൾ കിട്ടി. ആ കമ്പ് ഇങ്ങനെ ഓരോരോ വർഷവും നമുക്കിങ്ങനെ കുത്താൻ കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇത് അവിടെ ഈ കാണുന്ന ഏരിയയിൽ, പിന്നെ അതുപോലെ 2-3 സ്ഥലങ്ങളിൽ വേറെ ഒക്കെ എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പ ഉണ്ടാക്കി. എല്ലാ വർഷവും തരക്കേടില്ലാത്ത വിളവാണ് ലഭിച്ചു വരുന്നത്. സാധാരണഗതിയിൽ ഒരു വർഷം 1.5 മുതൽ 2 ക്വിൻ്റൽ വരെ വിളവ് ലഭിക്കാറുണ്ട്. സുഹൃത്തുക്കൾക്കും മറ്റും ഇവ കൈമാറുകയാണ് പതിവ്. ഇത്തവണ വിളവെടുപ്പിൽ 2.8 മീറ്റർ നീളത്തിലുള്ള കപ്പ ലഭിച്ചതാണ് കൂട്ടത്തിലെ റെക്കോർഡ്. നമുക്ക് ചെലവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുറച്ച് പശുവിൻ്റെ ചാണകവും ആടിൻ്റെ കാഷ്ടവും എല്ലാം എടുത്തിട്ട് ഇടേണ്ട പണി മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം ഒന്ന് നനച്ചു കൊടുക്കുക. ഡെയിലി 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ നല്ല വിളവെടുപ്പ് കിട്ടും. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ, അതായത് 2 മീറ്ററും 2.8 ഉള്ള കപ്പാണ് നമുക്ക് കിട്ടിയത്. ഭാര്യ സീനത്ത്, മക്കളായ മുഹമ്മദ് സയ്യിദ്, മുഹമ്മദ് ഷെബിൻ എന്നിവർക്കും കൃഷിയോട് താല്പര്യമുണ്ട്. സാധിക്കുന്ന പ്രവാസികൾ കപ്പ കൃഷിയിലേക്ക് തിരിയണമെന്ന് കൂടി ബഷീർ പറഞ്ഞു വെക്കുന്നു. ചൂടുകാലത്ത് 2 നേരം വെള്ളം നൽകണം, ചില്ലറ പരിചരണം വേറെയും. ഇത് കിട്ടുന്ന സ്ഥലത്തുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ട് 2 സ്ഥലമുണ്ട്. അവിടെ 2 ഇടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകും. അപ്പോൾ ഞാൻ സപ്പോസ് അവിടെ വെച്ച് കൊടുത്താൽ ബാക്കിയെല്ലാം വൈഫ് നനയ്ക്കലും പിടിക്കലൊക്കെ എന്താവും എന്ന് പറഞ്ഞാൽ അവർ ചെയ്തോളും. മനസ്സ് വച്ചാൽ മരുഭൂമിയിൽ സുലഭമായി മേത്തരം കപ്പ വിളവെടുക്കാൻ സാധിക്കുമെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് ബഷീർ. ക്യാമറ പേഴ്സൺ യാസർ അറഫാത്തിനൊപ്പം MCA നാസർ, മീഡിയ 1, ദുബൈ.